അങ്ങനെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയാണ്, ഇറങ്ങാൻ വേണ്ടി നിൽക്കണം. ഇതാണ് ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാമല്ലേ? പിന്നെ അതാ നമ്മൾ കൊണ്ടുപോണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കാലി ചായ കുടിക്കണം, വണ്ടി വരണം, പിന്നെ നേരെ എയർപോർട്ട് അടുത്ത്. അപ്പോൾ പോകുന്ന സ്ഥലം പറഞ്ഞില്ലല്ലോ, ബഹ്റൈനിലേക്കുള്ള പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഫ്ലൈ എന്താവും എന്തോ എല്ലാം കണ്ടറിയാം. ചങ്ങായിമാരെ വരുന്നുണ്ട്, അപ്പോൾ അവരും ഉണ്ടാവും. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. ഒരു ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രേൻ്റെ എക്സ്പീരിയൻസ് എന്തായാലും ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, ഒന്നും തിരിയുന്നില്ല. ഓക്കെ, എന്നിട്ട് മിനിറ്റ് അവിടെ ആയതുകൊണ്ട് അത് സൗണ്ടൊന്നും ഒരു സുഖമില്ല. ഞാനിപ്പോൾ കേട്ടോ, ഒരു സുഖമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. ഇത് സിദ്ദീഖുണ്ട്, നബീലുണ്ട്. അതിന് പറ്റില്ലടാ. ഓക്കെ, ഇത് ചോലിടന്നു വെയിറ്റില്ല, എല്ലാം പൊട്ടുന്നു. ഓക്കെ, അതെല്ലാം ഓക്കെ. യെസ്, സിദ്ദീഖിന് എന്താ പറയാനുള്ളത്? സിദ്ദീഖ് പറയും, എന്ത് പറയാനുള്ളത്? മൈക്ക് കൂട്ടിയില്ല, അതുകൊണ്ട് വെച്ചത് പറയണം. അപ്പം പോവാ. ഞങ്ങൾ മുന്നിലിരുന്നമ്മ, ഞാൻ എടുക്കണ. ഓക്കെ, സ്റ്റാർട്ട്. യൂട്യൂബ് വിത്ത് ബഹ്റൈനിലേക്ക്. യെസ്, കറങ്ങട്. നബീലെല്ലാം ഇട്ടിടൂ. ഓ, നബീലുണ്ട്, പിന്നെ സിദ്ദീഖുണ്ട്. ഇതാണ് നമ്മുടെ എല്ലാം കോർഡിനേറ്റർ ആൻഡ് എല്ലാം എന്താ പറയുക, ഫുൾ പ്ലാനർ. ഓക്കെ, അപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നബീലെടുപ്പി. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് കയറാൻ നമ്മളെ എയർ ഇന്ത്യ എക്സ്പ്രസ് ആയതുകൊണ്ട് ഒരു തേങ്ങയും കിട്ടും. അപ്പോൾ പൊറോട്ട അടിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു ഫുഡ് അടിയേനു. സിദ്ദീഖ് പോതാ സിദ്ദീഖ് ബൈ സിദ്ദീഖ് നബീൽ പോതാ ഗൈസ്. തിരിച്ചു വരുമ്പോ കടുത്ത് ടെക്നോളജി ഞാൻ വണ്ടി മുപ്പത്തൊന്ന്. ഇത് കറക്റ്റാ. അയ്യോ, വിഷയം കറക്റ്റാ. അത് കുറവായിരിക്കും. എന്നാ അത് കയറി പോകുന്നു. അതിൽ 22 ആവും. അപ്പോൾ കുഴപ്പമില്ല, ഒന്നിൽ കുറവ് എന്തായാലും. ഓക്കെ, ഇവരെ എന്താ പറയാനുള്ളേ? ഇവിടെ നല്ല ഒച്ചപ്പാടുണ്ട്, മൈക്ക് കുത്തിക്കില്ല. എന്തി പറയണ്ട. അങ്ങനെ പോവുകയാണ് ഗൈസ്. നീണ്ട ക്യൂ കാണുന്നുണ്ടല്ലോ ഗൈസ്, തീരൂല തോന്നുന്നുണ്ട് ഇത്. അപ്പോൾ ഇതാ ഗൈസ്, ബോർഡിങ് എടുക്കാൻ കിട്ടി. വെയിറ്റിംഗ് ആണ്, നല്ല തിരക്കുണ്ട് ഇന്ന്. ഓക്കെ, അപ്പോൾ എന്നായിതാ കേൾക്കാം എന്തോ പറയുന്നു. ഓക്കെ, അത് നമ്മളതല്ല. അപ്പോൾ സെറ്റ് ഉമ്മുണ്ട് ഇപ്പുറം. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂമെല്ലാം അടിപൊളിയാന്ന് പറഞ്ഞു, എല്ലാവരും നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു കട്ടൊക്കെ പൊന്തിയിട്ടുണ്ട്. ഓ, എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാല്ലേ? കാണാൻ മൊബൈലേക്ക് നിന്നിരുന്ന ആൾക്കാർ. ഓക്കെ, ഓല് പോകുന്നത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒന്ന് ബ്ലോഗ് എടുക്കുന്നത്. ഓക്കെ, എന്താ കാണാമെന്ന് ഒരു കൊടുത്തില്ല. പക്ഷേ സംഭവം കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ എന്തെങ്കിലും പറയാൻ നേരത്ത് ഈ സാധനം ഇങ്ങനെ കൂടെ ഒച്ചപ്പാടാക്കും. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം, അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് മൊത്തം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിൽ സീലടിച്ചോ? സീലടിച്ചു. അങ്ങനെ ഗൈസ്, ആദ്യം എൻ്റെ പാസ്പോർട്ടിൽ കുറേ നാളുകൾക്ക് ശേഷം, ഇതിപ്പോൾ രണ്ടാമത്തെ പാസ്പോർട്ടാണ് തോന്നുന്നത്. എന്നിട്ട് രണ്ടാമത്തെ പാസ്പോർട്ടിൽ ആദ്യത്തെ സീലടിച്ചിരിക്കുകയാണ്. അത് എന്താ പറയുക, ആദ്യം എടുത്തിട്ട് പോകാൻ ഭാഗ്യമില്ല.
അപ്പോൾ രണ്ടാമത്തെ അത് ഭാഗ്യം പതുക്കെ വെച്ച് മൂന്നാമത് മുതുക്കേണ്ടി വരും. ബട്ട് രണ്ടാമതിൽ സെറ്റായിന്ന് പറയും. ഫ്ലൈറ്റിൻ്റെ ടൈം ആയാൽ നേരെ ഫ്ലൈറ്റിലേക്ക് ഓരോന്ന് അറിഞ്ഞു വരുന്നു, ഓരോന്ന് പഠിച്ചു വരുന്നു. ഗൈസ് ഇങ്ങനെയൊക്കെയല്ല ഓരോന്ന് പഠിക്കാതെ പറയുന്നത് അല്ലേ. കുറേ കുപ്പികൾ വെച്ചിരിക്കുന്നു. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കുറേ കുപ്പികൾ നടക്കുന്നു. ഫ്ലൈറ്റ് നല്ല ഡിലേ ആയതുകൊണ്ട് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ട് തരം നടന്ന് കളിക്കുകയാണ്. ശരിക്കും റെയിൽവേ സ്റ്റേഷൻ പോലെ ഉണ്ട്. ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചു കൊടുക്കും. പിന്നെ അതാ കുടിക്കുന്ന വെള്ളമുണ്ട്, ബാത്റൂമുണ്ട്, എല്ലാം ഉണ്ട്, സെറ്റാണ്. ഇരുന്ന് തയങ്ങിയെന്ന് പറയാം. 10:40 9:55 പറഞ്ഞാൽ ഇപ്പോൾ 10:40. ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്, അങ്ങനെ കാണാമെന്നറിയില്ല. പോയി ഇവിടെ ഇരുന്ന് ഏകദേശം ആൾക്കാർ പോയി, എന്നിട്ട് നമ്മൾ പോയിക്കില്ല. ഇതെന്താ കളിക്കുന്ന വിളി, എന്തോലെല്ലാം കാലിയായി. ഇവിടെ വരുമ്പോൾ കുറേ ജനങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാവരും പോയി ഗൈസ്, ഞങ്ങൾ മാത്രമായി. അങ്ങനെ ഗേറ്റിലേക്ക് കയറുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനി നേരെ ഫ്ലൈറ്റിലേക്ക് ഒരു ഇൻഡിഗോൻ്റെ വിമാനം കിടക്കുന്നുണ്ട്. നമ്മുടെ എയർ ഇന്ത്യ എപ്പറുണ്ട് ഗൈസ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ഇത്ര നടത്തി കിടന്നത് ഇവിടെ 28 ബെച്ചപ്പ് തരാം അല്ലേ. മമ്മിയുണ്ട്. ഒരു ഇൻഡിഗോൻ്റെ വിമാനം കണ്ടോ, നൈസ്. ഇതൊക്കെ എടുക്കുന്നു, അതിനൊരു ചിത്രമില്ല, ഒന്നുമില്ല. ഇൻഡിഗോ എന്തായാലും കാണാൻ പകിയില്ല, അത് കാണാൻ രസമില്ല. അങ്ങനെ കാത്തിരിപ്പിന് വിരാമനെ ഉദിക്കാൻ പോകുന്നു ഗൈസ്. ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നു, കാലെടുത്ത് വെക്കാൻ പോകുന്നു. ഓക്കേ ഓക്കേ, ഇനി അങ്ങ് കാലെടുത്ത് വെച്ചാൽ മതി. കയറാൻ പോകുന്നു. ഓക്കേ ബൾട്ട് കാല് വെച്ച് കേട്ടതിൽ ഇഷ്ടമില്ല. ഒരാൾ കേറി ഗൈസ്. സെൻട്രൽ സീറ്റാണ്, സൈഡ് സീറ്റിൽ ഒരാളുണ്ട്, പക്ഷേ പുറമേണ്ട്. ഓക്കെ പറയുന്നത് ഗൈസ്. നല്ല ഉറക്കുറങ്ങിയോണ്ട് നല്ല സുഖമായിട്ട് എത്തി വരികയാണ്. നമ്മൾ ബഹ്റൈൻ്റെ കല്ല് എടുത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. പെട്ടിക്ക് വെയിറ്റിംഗ് പെട്ടി ഇതാ പോടും. അങ്ങനെ എത്തി ഗൈസ്. ഓക്കെ അത് ഇവനെ കണ്ടു ഗൈസ് അല്ലേ അല്ലേ. ഓ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കല്ലേ, അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ നോക്ക്. നല്ല ചൂടാ ഇവിടെ കേട്ടോ. കാലെടുത്ത് വെച്ചിട്ടില്ല, വേ പിരിഞ്ഞേക്ക്.
ഇനിയാണ് കാണാൻ കിടക്കുന്നത് തന്നെ ചൂട് കൊണ്ടുള്ള ആറാട്ട്. ഓക്കെ അജീമേ അജീം എടാ ഒന്ന് അസ്സലാമു അലൈക്കും. ഹലോ ഗൈസ്, അസീം കയറൂ. ഓക്കെ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ അസീമെന്ന് ഫുഡ് കഴിക്കാൻ വന്നല്ലേ? ഗൈസ് ഫുഡ് കഴിക്കാൻ പോന്നു ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോന്നു. അസീം എവിടെ? അസീം എവിടെ? ഇനി നമുക്ക് സഞ്ചിയിലിട്ട് ചോറ് എന്നാ വേണ്ടേ? പായസ പായസമല്ല കുടിക്കൽ ഇവിടുന്ന്. ഓ പായസമല്ല എന്ന് പറയുന്നത്.